ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരൊറ്റ പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി വെറുതെ കളയേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ ഞാനിവിടെ റൗണ്ടായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്തതായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ 1 കപ്പ് മൈദയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതും ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ അളവിൽ വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു തിക്കിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ പൗഡർ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടെ പൾസ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതേ രീതിയിൽ പാനിൽ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിലാണ് നമ്മുടെ പഴം ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരൊറ്റ പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ അളവിൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കട്ടിയിലൊക്കെ അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പാനിൻ്റെ താഴ്ഭാഗം ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു പഴം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ലെവലായിട്ട് തന്നെ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടും. പക്ഷേ ഞാനിതിവിടെ സ്റ്റവിൽ വെച്ച് കൊടുത്ത് വേറെ ചെറിയൊരു പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് തന്നെ ഒന്ന് കരിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പാനിൽ തന്നെ ചെറുതായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പാനിലേക്കൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓവർ ഹീറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ ഒരു പാനും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ വേറെ ചെറിയൊരു പണിക്ക് പോയതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പഴം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുകൾ ഭാഗം കൂടെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യാതെ നോക്കണം കേട്ടോ. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.